ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, കൺസിഡർ എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം the vector space V to the vector space W, where VIM is the ordered basis of V and WIN is the ordered basis of W. ഓക്കെ, അവിടെ എ എന്ന് തന്നിരിക്കുന്നത് നമ്മുടെ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഓക്കെ, നമ്മുടെ മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസുകൾ VIMകളാണല്ലോ. ഓക്കെ, അതിൻ്റെ ഇമേജ് എടുക്കും, എഫിലുള്ള ഇമേജ്, അതായത് എഫ് ഓഫ് വി ഐ കണ്ടുപിടിക്കും. പിന്നെ ആ എഫ് ഓഫ് വി ഐനെ നമ്മൾ ഈ WIസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അവിടുത്തെ സ്കെയിലാസിനെ നമ്മൾ കോളമാക്കി എഴുതും. ഓക്കെ, അതാണ് അവിടുത്തെ മെട്രിക്സ്. ഓക്കെ, അങ്ങനെ എഴുതുന്ന മെട്രിക്സ് ആണ് ഇവിടെ എ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ബേസിസ് നമ്മളൊന്ന് മാറ്റാൻ പോവാം. VIMന് പകരം നമ്മൾ പുതിയൊരു ബേസിസ് VI-M WIN പകരം പുതിയ വേറൊരു ബേസിസ് WI-N എടുക്കുക. ഓക്കെ, അപ്പം പുതിയ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ഈ പുതിയ ബേസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ മെട്രിക്സ് എ ആയിരുന്നു. ആ എ ആയിരിക്കത്തില്ലല്ലോ, എന്തായാലും മാറ്റം വരുമല്ലോ. എ നമ്മുടെ പഴയ ബേസിസ് VIM WIN വെച്ചുള്ള ബേസിസ് ആയിരുന്നു എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ഓക്കെ, പക്ഷേ നമ്മളിനി പുതിയ ബേസിസ് എടുക്കുകയാണ്. അപ്പോൾ പുതിയ ബേസിസ് എടുക്കുമ്പോൾ എന്തായാലും അവിടുത്തെ മെട്രിക്സിന് മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, അപ്പോൾ ആ പുതിയ മെട്രിക്സ് പഴയ മെട്രിക്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, അതാണ് നമ്മളിനി ഇവിടെ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ടു സീ ഹൗ ക്യാൻ വി പ്രൊസീഡ്, കൺസിഡർ ദ പർട്ടിക്കുലർ കേസ് വെയർ W ഈസ് ഈക്വൽ ടു V ആൻഡ് F ഈസ് ദ ഐഡൻറ്റിറ്റി മാപ്പിംഗ് ഓൺ V. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പർട്ടിക്കുലർ ആയിട്ടൊരു കേസ് എടുക്കുന്നു. W എന്ന് പറയുന്നത് V തന്നെയായിട്ട് എടുക്കുന്നു. ഓക്കെ, പിന്നെ അവിടുത്തെ എഫിന് പകരം ഐഡൻറ്റിറ്റി മാപ്പ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫിന് പകരം ഐഡൻറ്റിറ്റി മാപ്പാണ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം V to V. അടുത്ത നമ്മൾ പുതിയ ബേസിസ് ആണ് എടുക്കുന്നത്, VI. ഓക്കെ, അവിടെ പുതിയ ബേസിസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഐഡൻറ്റിറ്റി മാപ്പ് എടുക്കുമ്പോൾ അവിടുത്തെ ഡൊമെയിൻ ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസ് ആയിട്ട് VIM നമ്മുടെ ഓൾഡ് ബേസിസ് എടുക്കുന്നു. ഇനി അറൈവൽ സ്പേസിലെ ബേസിസ് ആയിട്ട് VI-M എടുക്കുന്നു, ന്യൂ ബേസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യത്തെ മെട്രിക്സിൻ്റെയും പുതിയതായിട്ടുള്ള മെട്രിക്സിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പുതിയൊരു കാര്യം ഡിഫൈൻ ചെയ്യാൻ പോവാം. ഓക്കെ, അവിടെ ട്രാൻസിഷൻ മെട്രിക്സ് എന്നുള്ളൊരു കാര്യം നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ വിയിൽ നിന്ന് വിയിലേക്കുള്ള ഐഡൻറ്റിറ്റി മാപ്പ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ മെട്രിക്സ് ആണ് എ ആയിട്ട് എടുക്കുക. അപ്പോൾ അവിടുത്തെ ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസ് ആയിട്ട് നമ്മുടെ ഓൾഡ് ബേസിസ് VIM അറൈവൽ സ്പേസിലെ ബേസിസ് ആയിട്ട് ന്യൂ ബേസിസ് ആയിട്ട് ആയ VI-M എടുക്കുന്നു. ഓക്കെ, then we call A the transition matrix from the basis VIM to basis VI-M. ഓക്കെ, അങ്ങനെ വരുമ്പം ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ ഉണ്ടല്ലോ, ആ എ ആണ് നമ്മൾ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ദ ബേസിസ് VIM ടു ദ ബേസിസ് VI-M എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് ചോദിച്ചാൽ അവിടുത്തെ മാപ്പ് ഏതാണ്? ഐഡൻറ്റിറ്റി മാപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ബേസിസ് തന്നേക്കുക. അപ്പോൾ അവിടുത്തെ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ദ ബേസിസ് ദിസ് VIM ടു ദ ബേസിസ് VI-M എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം മെട്രിക്സ് എഴുതാൻ വേണ്ടി അതിൻ്റെ ഡിപ്പാർച്ചർ സ്പേസിലെ ബേസിസ് എലമെൻസിൻ്റെ ഇമേജിനെ നമ്മൾ അറൈവൽ സ്പേസിലെ ബേസിസ് എലമെൻറ്റിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജ് എടുക്കണം, VIMകളുടെ ഇമേജ് എടുക്കണം. ഇമേജ് എടുക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ, കാരണം നമുക്കിവിടെ ഐഡൻറ്റിറ്റി മാപ്പാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ VIMൻ്റെ ഇമേജ് എടുത്താലും അത് VIM തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ട്രാൻസിഷൻ മെട്രിക്സ് എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? VIMകളെ നമ്മൾ VI-Mകളുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്കെയിലാർസ് കോളം വൈസ് എഴുതുക. ഓക്കെ, ഇപ്പം ട്രാൻസിഷൻ മെട്രിക്സ് എഴുതാൻ ചോദിക്കാം. എന്താണ്? രണ്ട് ബേസിസുകൾ തരും, രണ്ട് സെറ്റ് ഓഫ് ഓർഡേർഡ് ബേസിസ് തരും. അപ്പോൾ അവിടുത്തെ ട്രാൻസിഷൻ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ ബേസിസിൻ്റെ അകത്തെ എലമെൻസിനെ രണ്ടാമത്തെ ബേസിസിലെ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. എന്നിട്ട് അവിടെ കിട്ടുന്ന സ്കെയിലാർസ് കോളം വൈസ് എഴുതുക. ഓക്കെ, അതാണ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. ട്രാൻസിഷൻ മെട്രിക്സ് എന്താണെന്ന് ഓർത്തിരിക്കുക.
നെക്സ്റ്റ് തിയറം 7.4 ട്രാൻസിഷൻ മെട്രിസസ് ആർ ഇൻവേർട്ടിബിൾ. ട്രാൻസിഷൻ മെട്രിസസുകളെല്ലാം ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, അത് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ കൊറോളറി ഓഫ് തിയറം 7.3. ഓക്കെ, നമ്മൾ തിയറം 7.3യുടെ കൊറോളറിക്കകത്ത് എന്താ പറഞ്ഞത്? എ സ്ക്വയർ മെട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഐസോമോർഫിസം. ഓക്കെ, ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഐസോമോർഫിസ് ആയിരിക്കണം. നമുക്കറിയാം ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടും അവിടെ ഒരു മെട്രിക്സ് കാണും, അതുപോലെ ഏതൊരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണും. ഓക്കെ, ഇനി ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? ഒരു ഐസോമോർഫിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രാൻസിഷൻ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ട്രാൻസിഷൻ മെട്രിക്സ് എന്താണ്? എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സാണ് ട്രാൻസിഷൻ മെട്രിക്സ്? ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതല്ലേ? ഓക്കെ, നമുക്കറിയാം ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ 1:1 ആണ്, on-to ആണ്, അതുപോലെ അത് ട്രാൻസ്ഫോർമേഷനുമാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷനുമാണ്. ഓക്കെ, 1:1 on-to ലീനിയർ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ ഐസോമോർഫിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ട്രാൻസിഷൻ മെട്രിക്സ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു ഐസോമോർഫിസിനെ റെപ്രസെൻറ്റ് ചെയ്യുമല്ലോ. therefore ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. കൊറോളറിക്കകത്ത് നമുക്ക് പറയാം. ഓക്കെ, ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഐഡൻറ്റിറ്റി മാപ്പാണ്. ഐഡൻറ്റിറ്റി മാപ്പ് ഒരു ഐസോമോർഫിസം ആയതുകൊണ്ട് by the corollary we can say that transition matrices are invertible. Okay, നെക്സ്റ്റ് തിയർ ആണ് നമ്മൾ മുമ്പേ പറഞ്ഞു. ഓക്കെ, നമ്മൾ ബേസിസ് മാറ്റുന്നു. ബേസിസ് പുതിയ ബേസിസ് ആകുമ്പോൾ നമ്മുടെ ആ പഴയ മെട്രിക്സും പുതിയ മെട്രിക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, ആ ബന്ധം പറയുന്നതാണ് നെക്സ്റ്റ് തിയറം. തിയറം 7.5 ചേഞ്ച് ഓഫ് ബേസിസ്. ചേഞ്ച് ഓഫ് ബേസിസ്, നമ്മൾ ബേസിസ് മാറ്റുവാണല്ലോ. ഓക്കെ, അപ്പോൾ ആ തിയറത്തിൻ്റെ പേര് ചേഞ്ച് ഓഫ് ബേസിസ്. ഇഫ് എ ലീനിയർ മാപ്പിംഗ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ഈസ് റെപ്രസെൻറ്റഡ് റിലേറ്റീവ് ടു ഓർഡേർഡ് ബേസിസ് വി ഐ എം ഡബ്ല്യു ഐ എൻ ബൈ ദ എൻ ബൈ എം മെട്രിക്സ് എ, ദെൻ റിലേറ്റീവ് ടു ന്യൂ ഓർഡേർഡ് ബേസിസ് വി ഐ ഡാഷ് എം ഡബ്ല്യു ഐ ഡാഷ് എൻ ദ മെട്രിക്സ് റെപ്രസെൻറ്റിംഗ് എഫ് ഈസ് ദി എൻ ബൈ എം മെട്രിക്സ് Q inverse AP, where Q is a transition matrix from Wi dash n to Win, and P is the transition matrix from Vi dash m to Vim. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റിനകത്ത് തീരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ താഴെ ഒരു ഡയഗ്രാമായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഡയഗ്രാം നോക്കാം. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യുവിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണ്. represented relative to the ordered basis VIM and WIN. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഇങ്ങനെ എഴുതാമല്ലോ. എഫ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ളതാണ്. അടുത്ത ബേസിസ് എഴുതി VIM-ഉം WIN-ഉം. ഓക്കെ, അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഏതാണ്? എ ആണ് മെട്രിക്സ്. അത് നമുക്ക് തീരത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത്രയും കാര്യം നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? റിലേറ്റീവ് ടു ന്യൂ ഓർഡേർഡ് ബേസിസ് VI dash M Wi dash n, the matrix representing F is the n by m matrix Q inverse AP എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ബേസിസ് മാറ്റുന്നു. V2 ഡബ്ല്യുയിലേക്കുള്ള ഫംഗ്ഷൻ തന്നെയാണ് എഫ്, പക്ഷേ അവിടുത്തെ നമ്മൾ പുതിയ ബേസിസ് എടുക്കുന്നു. VI dash m-ഉം WI dash n എന്നും പറഞ്ഞ് രണ്ട് പുതിയ ബേസിസുകൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സ് Q ഇൻവേഴ്സ് AP ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ മെട്രിക്സ് ആയിട്ട് എക്സ് എടുക്കുന്നു. അവിടുത്തെ മെട്രിക്സ് എക്സ് എടുക്കുന്നു. അപ്പോൾ നമുക്കിനി എന്ത് പ്രൂവ് ചെയ്താൽ മതി? ആ എക്സ് എന്ന് പറയുന്നത് Q ഇൻവേഴ്സ് AP ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, ഇനി ക്യൂവും പിയും എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. വെയർ Q ഈസ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം WI dash n to WIN and P is the transition matrix from Vi dash m to Vim. ഓക്കെ, Q എന്താണ്? WI dash n-ൽ നിന്ന് WIN-ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, നമുക്കറിയാം ട്രാൻസിഷൻ മെട്രിക്സ് വരുമ്പോൾ എന്താണ്? അതൊരു ഐഡൻറ്റിറ്റി മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ WIയിലുള്ളതാണ്. അപ്പോൾ എന്താ? ഡബ്ല്യുവിൽ നിന്ന് ഡബ്ല്യുയിലേക്ക് പോകുന്ന ഐഡൻറ്റിറ്റി മാപ്പ് IDWന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് Q എന്ന ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, അത് ആ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്?
പി എന്താണ്? അപ്പോൾ അവിടെ നമ്മൾ IDWQ എന്ന് എഴുതി. നെക്സ്റ്റ് പി എന്താണ്? പി ഇസ് എ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം VI-M ടു VIM. ഓക്കെ, പി എന്ന് പറയുന്നത് VI-Mൽ നിന്ന് VIM വെച്ചുള്ള ആ രണ്ട് ബേസിസ് വെച്ചുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിയിൽ നിന്ന് വിയിലേക്കുള്ള ഐഡൻറ്റിറ്റി മാപ്പ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ഉള്ള മെട്രിക്സ് ആണ്, അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ട്രാൻസിഷൻ മെട്രിക്സ് ആണ് പി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നമുക്ക് ആദ്യം ഇതായിരുന്നു, പിന്നെ നമുക്ക് അവിടെ ട്രാൻസിഷൻ മെട്രിക്സ് തന്നിട്ടുണ്ട്, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ എക്സ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു Q ഇൻവേഴ്സ് AP എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് വി ഹാവ് ടു ഡിറ്റർമൈൻ ദ മെട്രിക്സ് എക്സ്. നൗ ദിസ് diagram is commutative in the sense that traveling from the southwest corner to the northeast corner is independent of whichever route is choose. ഓക്കെ, നോക്കിയേ, അതായത് നമ്മളിനി ഈ വിയിൽ നിന്ന് നമുക്ക് ഈ ഡബ്ല്യൂയിലേക്ക് എത്തണം. അപ്പോൾ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് എത്താൻ നമുക്കൊന്നെങ്കിൽ ഈ വഴി പോകാം, അതായത് ഇവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഈ വഴിയും പോകാമല്ലോ, ഇവിടെ ചെന്നിട്ട് ഇങ്ങോട്ടും പോകാം. ഓക്കെ, അവിടെ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്ക് എങ്ങനെ വേണേലും ഈ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് ഇങ്ങനെ വേണേലും പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണേലും പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിയിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് ചെന്നു, പിന്നെ ഇങ്ങോട്ട് എത്തുവാണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്കറിയാം, ഇഫ് f is a function from V to W and G is a function from W to Z ആണെങ്കിൽ V to Zയിലേക്കുള്ള ഫംഗ്ഷൻ ഏതാണ്? നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? G കോമ്പോസിഷൻ F അല്ലേ? G കോമ്പോസിഷൻ F എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഇസഡിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും G കോമ്പോസിഷൻ F. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ആദ്യം വിയിൽ നിന്ന് വിയിലേക്ക് എത്തി, അവിടെ എന്താണ്? ഐഡൻറ്റിറ്റി മാപ്പാണ് ഫംഗ്ഷൻ. പിന്നെ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് എത്താൻ വേണ്ടി അവിടെ മാപ്പ് എഫ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുന്നു, V to W. അപ്പോൾ അവിടുത്തെ മാപ്പ് എന്തായിരിക്കും? കോമ്പോസിഷൻ മാപ്പ് എന്തായിരിക്കും? എഫ് കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി മാപ്പ് ഓൺ V, അതായിരിക്കും നമ്മൾ കോമ്പോസിഷൻ വെച്ച്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അതായത് ആദ്യം വിയിൽ നിന്ന് ഡബ്ല്യൂയിലെത്തി, പിന്നെ ഡബ്ല്യൂയിൽ നിന്ന് ഈ ഡബ്ല്യൂയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എഫ്, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് IDW. ഓക്കെ, അപ്പോൾ അവിടുത്തെ കോമ്പോസിഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കോമ്പോസിഷൻ മാപ്പ് എന്തായിരിക്കും? IDW കോമ്പോസിഷൻ F ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു, നമ്മൾ V to W നമുക്ക് എങ്ങനെ വേണേലും മൂവ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ, എങ്ങനെ മൂവ് ചെയ്താലും അത് രണ്ടും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ നോക്കിയാൽ മതി, F കോമ്പോസിഷൻ IDV, ആദ്യത്തെ കോമ്പോസിഷൻ എന്തായിരുന്നു? F കോമ്പോസിഷൻ IDV ആണ്. ഓക്കെ, F കോമ്പോസിഷൻ IDV എന്താണ്? ഒരു ഫംഗ്ഷനെ ഐഡൻറ്റിറ്റി മാപ്പായിട്ട് കോമ്പോസിഷൻ എടുത്താൽ എന്താ? ആ ഫംഗ്ഷൻ തന്നെയാണല്ലോ കിട്ടുന്നത്. ഓക്കെ, F കിട്ടുന്നു. ഇനി ഇത് നോക്കിക്കേ, IDW കോമ്പോസിഷൻ F, അത് എന്താണ്? F തന്നെയല്ലേ, കാരണം ഐഡൻറ്റിറ്റി മാപ്പുമായിട്ട് കോമ്പോസിഷൻ എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ അതും F കിട്ടി. അപ്പോൾ എന്താ? നമുക്ക് ഇതും സെയിം ആയിട്ട് കിട്ടി. ഓക്കെ, ഇതും സെയിം ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയാം, നമുക്ക് എങ്ങനെ മൂവ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് V to W ഇങ്ങനെ വേണേലും മൂവ് ചെയ്യാം, ഇങ്ങനെ വേണേലും മൂവ് ചെയ്യാം. ഓക്കെ, കാരണം നമുക്ക് F കോമ്പോസിഷൻ IDVയും IDW കോമ്പോസിഷൻ Fഉം സെയിം ആയിട്ട് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു F എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ഫങ്ഷൻസ് സെയിം ആണല്ലോ. F കോമ്പോസിഷൻ IDVയും IDW കോമ്പോസിഷൻ Fഉം സെയിം ആണല്ലോ, കാരണം അത് രണ്ടും F എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് മെട്രിക്സ് സെയിം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് സെയിം ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സും സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം F കോമ്പോസിഷൻ IDVക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാം. എഫിൻ്റെ മെട്രിക്സ് എയും ജിയുടെ മെട്രിക്സ് ബിയും ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെട്രിക്സ് ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്താണെന്ന് നമ്മൾ പഠിച്ചത്? മെട്രിക്സ് ഓഫ് എഫ് ഇൻറ്റു മെട്രിക്സ് ഓഫ് ജി, അതായത് എ ഇൻറ്റു ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? എഫ് കോമ്പോസിഷൻ IDVയുടെ മെട്രിക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫിൻ്റെ മെട്രിക്സ് ഇൻറ്റു IDVയുടെ മെട്രിക്സ്. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ എഫ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത് ഈ എഫ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ മെട്രിക്സ് ഏതാണ്? എ ആണല്ലോ. അപ്പം എ ഇൻറ്റു പിന്നെ ഇവിടുത്തെ
ഐ ഡി ബിയുടെ മെട്രിക്സ് പി എ ഇൻറ്റു പി വിച്ച് ഈസ് ഈക്വൽ ടു പിന്നെന്താ ഐ ഡി ഡബ്ല്യു കോമ്പോസിഷൻ എഫിൻ്റെ മെട്രിക്സ് എന്ത് വരും ഐ ഡി ഡബ്ല്യുവിൻ്റെ മെട്രിക്സ് ക്യൂ ഇൻറ്റു എഫിൻ്റെ മെട്രിക്സ് അവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ആണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയായിരുന്നു മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ എഫിൻ്റെ മെട്രിക്സ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. എ പി ഇസ് ഇക്വൽ ടു ക്യൂ എക്സ് എന്നുള്ളൊരു മെട്രിക്സ് ഇക്വേഷൻ കിട്ടി. ഓക്കെ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ട്രാൻസിഷൻ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള തിയറം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് വശത്തും ക്യൂ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഓക്കെ, രണ്ട് വശത്തും ക്യൂ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി. ഓക്കെ, അതെല്ലാവരും നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? എക്സ് ഈക്വൽ ടു അവിടെ കിട്ടുന്ന എക്സ് ആണെന്ന് നമുക്ക് എക്സ് ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻവേഴ്സ് എ പി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിസ് മാറ്റുമ്പോൾ അവിടുത്തെ ഡിപ്പാർച്ചർ സ്പേസിലെ അറൈവൽ സ്പേസിലെയും പുതിയ ബേസിസ് എടുക്കുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് എക്സ് ഇക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി. ഓക്കെ, അത് എന്തിനോടാണ്? പഴയ ബേസിസ് വെച്ചുള്ള മെട്രിക്സിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, എങ്ങനെയാണ് റിലേറ്റഡ് ചെയ്തിരിക്കുന്നത്? ക്യൂ ഇൻവേഴ്സ് എ പി. ഓക്കെ, അവിടെ എ എന്ന് പറയുന്നതാണ് പഴയ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് ആണ് എ. ഓക്കെ, അവിടെ പിയും ക്യൂ ഒക്കെ എന്താണ്? പി എന്ന് പറയുന്നത് അത് ഓർത്ത് വെച്ചേക്കണം. പി എന്ന് പറയുന്നത് വി ഐ ഡാഷ് എം ടു വി ഐ എം. ഓക്കെ, അതായത് വിയുടെ പുതിയ ബേസിസിൽ നിന്നും പഴയ ബേസിസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് പി. ക്യൂ എന്താണ്? ഡബ്ല്യുവിൻ്റെ പുതിയ ബേസിസിൽ നിന്നും പഴയ ബേസിസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതായത് ആ രണ്ട് മെട്രിക്സുകളും റിലേറ്റഡ് ആണല്ലോ. എക്സ് ഇക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി എന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് ഷോ ചെയ്യാനുള്ള അടുത്ത എക്സാമ്പിൾ അതാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ 7.4. Suppose that f from R3 to R3 is a linear mapping whose matrix relative to the natural ordered basis is A is equal to 1 minus 3 1 3 minus 2 0 minus 4 1 2, and let us compute the matrix of f when R3 is referred to the ordered basis B is equal to 1 minus 1 1 1 minus 2 2 1 minus 2 1. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? എഫ് R3 നിന്ന് R3യിലേക്കുള്ള ഫംഗ്ഷനാണ്, ഒരു ലീനിയർ മാപ്പാണ്. അതിൻ്റെ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദി നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ നമ്മൾ ബേസിസ് മാറ്റുക. പുതിയ ബേസിസ്, നാച്ചുറൽ ഓർഡേർഡ് ബേസിസിന് പകരം പുതിയ ബേസിസ് തന്നിരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം തൊട്ട് മുമ്പത്തെ തീരത്തിൽ അതാണല്ലോ ചേഞ്ച് ഓഫ് ബേസിസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ എന്താ അറൈവൽ സ്പേസും ഡിപ്പാർച്ചർ സ്പേസും രണ്ടും സെയിം ആണ്. ഓക്കെ, എന്താ R3 ആണല്ലോ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വി ഐയും ഡബ്ല്യു ഐയും എന്താ സെയിം ആണ്. അതെന്ന് പറയുന്നത് നാച്ചുറൽ ബേസിസ് ആണ്. ഇവിടുത്തെ വി ഐ എമ്മും ഡബ്ല്യു ഐ എന്നും സെയിം ആണ്. അത് നാച്ചുറൽ ബേസിസ് ആണ്. ഇനി പുതിയ ബേസിസ് എന്താണ്? പുതിയ ബേസിസ് ഇതാണ്. അതായത് അവിടുത്തെ വി ഐ ഡാഷ് എമ്മും അതുപോലെ ഡബ്ല്യു ഐ ഡാഷും സെയിം ആണ്. കാരണം നമുക്ക് R3യിൽ നിന്ന് R3യിലേക്കാണ്. അതുപോലെ അവർ ഒരു ബേസിസ് തന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ട് R3യുടെയും ബേസിസ് ആയിട്ട് ഈ പുതിയ ബേസിസ് ഇതെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ തീരത്തിനകത്ത് പറയുമ്പോൾ എന്താ V2W എന്ന് പറയുമ്പോൾ വിക്കും ഡബ്ല്യുവിനും രണ്ട് വ്യത്യസ്ത ബേസിസുകളായിരുന്നു. ഇവിടെ നമുക്ക് ഡിപ്പാർച്ചർ സ്പേസും അറൈവൽ സ്പേസും സെയിം ആയതുകൊണ്ട് ഒരേ ഒരു ബേസിസ് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കേസിൽ എന്താ വി ഐയും ഡബ്ല്യു ഐസും സെയിം ആയിരിക്കും. അതുപോലെ വി ഐ ഡാഷും ഡബ്ല്യു ഐ ഡാഷും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസിഷൻ മെട്രിക്സ് എന്തൊക്കെയായിരുന്നു? നമുക്ക് പി എന്തായിരുന്നു ട്രാൻസിഷൻ മെട്രിക്സ്? വി ഐ ഡാഷിൽ നിന്ന് വി ഐയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് പി. അതുപോലെ ഡബ്ല്യു ഐ ഡാഷിൽ നിന്ന് ഡബ്ല്യു ഐയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് ക്യൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടു നമ്മൾ വി ഐ ഡാഷും ഡബ്ല്യു ഐ ഡാഷും സെയിം ആണ്. അതുപോലെ വി ഐയും ഡബ്ല്യുയും സെയിം ആണ്, ഡബ്ല്യു ഐയും സെയിം ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിയും ക്യൂവും സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താ ഒരു മെട്രിക്സേ ഉള്ളൂ, പിയും ക്യൂവും സെയിം ആണ്. ഓക്കെ, പിയും ക്യൂവും സെയിം ആണ് പി കേസിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് അവിടെ എക്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻവേഴ്സ് എ പി ആണ്. പുതിയ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് ക്യൂ ഇൻവേഴ്സ് എ പി ആണ്. പക്ഷേ ഇവിടെ എന്താണ്, നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ അകത്ത് പിയും ക്യൂവും സെയിം ആയതുകൊണ്ട് നമുക്ക് ക്യൂ ഇൻവേഴ്സിന് പകരം പി ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, പി ഇൻവേഴ്സ് എ പി. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. പി ഇൻവേഴ്സ് എ പി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പി എന്താണെന്ന് കണ്ടുപിടിക്കാം. ക്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം പിയും ക്യൂവും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി കണ്ടുപിടിക്കണം. പി എന്താണ്? പി എന്ന് പറയുന്നത് വി ഐ ഡാഷിൽ നിന്ന് വി ഐയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് പി എ. അതായത് പുതിയ ബേസിസിൽ നിന്ന് പഴയ ബേസിസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, ട്രാൻസിഷൻ മെട്രിക്സ് വരുമ്പോൾ നമുക്കറിയാം എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ട്രാൻസിഷൻ മെട്രിക്സ്? ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഴുതുമ്പം എങ്ങനെ എഴുതുന്നേ? ഇതിൽ നിന്ന് നാച്ചുറൽ ബേസിസിലേക്കുള്ളതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ എലമെൻസിൻ്റെ ഇമേജ് കണ്ടുപിടിക്കണം. ആ ഇമേജിനെ ഇവിടുത്തെ ഇതിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി മാപ്പ് തന്നെയാണ്. ഓക്കെ, അവിടുത്തെ മാപ്പ് ഐഡൻറ്റിറ്റി മാപ്പാണ്. ദൈവർ ഇമേജ് എന്ന് പറയുന്നത് ഈ എലമെൻറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി മാപ്പ് ഓഫ് 1 - 1 1 എന്താണ്? 1 - 1 1 തന്നെയാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിനെ നമുക്ക് പഴയ ബേസിസായ നാച്ചുറൽ ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ബേസിസ് വരുമ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താ? 1 - 1 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 × 1 0 0 -1 × 0 1 0 +1 × 0 0 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് അവിടുത്തെ സ്കെയിലാസ് എന്താണ്? 1 - 1 1. ഓക്കെ, അത് നമ്മൾക്ക് ഫസ്റ്റ് കോളാക്കി നമ്മൾ എഴുതി. നെക്സ്റ്റ് രണ്ടാമത് എന്താ? രണ്ടാമത്തെ എലമെൻറ്റ് 1 - 2 2. ഓക്കെ, അത് ഐഡൻറ്റിറ്റി മാപ്പ് കൊടുത്താലും അത് 1 - 2 2 ആണ്. അതിനെ നമ്മൾ നാച്ചുറൽ ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 1 - 2 2 എന്ന് എഴുതാം. ഓക്കെ, നാച്ചുറൽ ബേസിസ് വരുമ്പം ഓർത്താൽ മതി, ഇതിനെ കോളമായിട്ട് എഴുതിയാൽ മതി. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, നാച്ചുറൽ ബേസിസ് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ്. നാച്ചുറൽ ബേസിസിന് റെസ്പെക്റ്റ് ആണ് നമുക്ക് മെട്രിക്സ് എഴുതണമെങ്കിൽ നമുക്കിത് അതുപോലെ തന്നെ കോളം വൈസ് താഴേക്ക് എഴുതിയാൽ മതി. അവിടുത്തെ സ്കെയിലാസ് എന്ന് പറയുന്നത് ഈ എൻട്രീസ് തന്നെയായിരിക്കും. ഓക്കെ, ലാസ്റ്റത്തെ 1 - 2 1 ലാസ്റ്റ് കോളാക്കി എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് പി കിട്ടി. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? പി ഇൻവേഴ്സ് എ പി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. പി ഇൻവേഴ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിന് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നതാണ്. പി ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക ഇങ്ങനെ ഹെർമൈറ്റ് ഫോം ആക്കി ഇങ്ങനെ ഒരു മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പം അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ഹെർമൈറ്റ് ഫോം വെച്ച് അങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം പി ഇൻവേഴ്സ്. അല്ലാതെ വേറൊരു ഇതിപ്പോൾ 3/3 മെട്രിക്സിൻ്റെ പി ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേറെ ഒരു മെത്തേഡുണ്ട്. അതായത് അഡ്ജോയിൻ്റ് പി ഇൻവേഴ്സ് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കാം? അഡ്ജോയിൻ്റ് ഓഫ് എ / ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതാണല്ലോ എ ഇൻവേഴ്സിൻ്റെ വേറൊരു ഡെഫിനിഷൻ. അങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ +1 +2 പഠിക്കുന്ന അങ്ങനെയാണല്ലോ. എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജോയിൻ്റ് ഓഫ് എ / ഡിറ്റർമിനൻ്റ് ഓഫ് എ. ഓക്കെ, അപ്പോൾ ഒരു 3/3യുടെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു രീതി കണ്ടുപിടിക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ മെട്രിക്സ് ഈ രീതിയിൽ എഴുതുക. 1 1 1 -1 -2 1 1 1 -1 -2 -2 1 2 1. ഓക്കെ, ഇതാണ് പി എ. 1 1 1 -1 -2 -2 1 2 1. ഇതാണ് നമുക്കിവിടെ പി എ. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മെട്രിക്സ് നമ്മൾ 4 പ്രാവശ്യം എഴുതുക. അതായത് ഇങ്ങനെ 1 1 1 -1 -2 -2 1 2 1. ഓക്കെ, പിന്നെ ഇവിടെ എഴുതുക 1 1 1 -1 -2 -2 1 2 1. ഓക്കെ, വീണ്ടും ഇവിടെ എഴുതുക 1 1 1 -1 -2 -2 1 2 1. ഓക്കെ, അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്.
അപ്പോൾ നമ്മൾ പി 4 ടൈംസ് ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കോളം കളയണം, അതുപോലെ ഫസ്റ്റ് റോ കളയണം, ലാസ്റ്റ് കോളം കളയണം, അതുപോലെ ലാസ്റ്റ് കോളവും ലാസ്റ്റ് റോയും. ഓക്കെ, ഇത്രയും നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ നമുക്ക് അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓക്കെ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. -2 × 1 -2 × 2 ചെയ്യുക. ഓക്കെ, നമുക്ക് അഡ്ജോയിൻ്റ് താഴെ എഴുതി പോകാം. അഡ്ജോയിൻ്റ് ഓഫ് എ, അഡ്ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു 3x3 മെട്രിക്സ് ആണ്. അവിടുത്തെ എൻട്രീസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. അങ്ങനെ എഴുതാം -2 × 1 -2 × -2 എന്ത് വരും? നമുക്ക് -2 +4 എന്ന് കിട്ടും. ഓക്കെ, 4 - 2 2. ഓക്കെ, അതാണ് അഡ്ജോയിൻ്റെ ഫസ്റ്റ് എൻട്രി 2. ഓക്കെ, ഇനി അടുത്ത എൻട്രി എന്താണ്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതായത് -2 × 1 -1 × 1. ഓക്കെ, അപ്പോൾ എന്ത് വരും? -2 + 1. ഓക്കെ, ദാറ്റ് ഈസ് -1. ഓക്കെ, ആ -1 ഈ താഴെ എഴുതുക. ഓക്കെ, അതായത് അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്ജോയിൻ്റ് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ അത് താഴേക്ക് അതിൻ്റെ ട്രാൻസ്പോസ് ആക്കിയാണ് എഴുതുന്നത്, താഴേക്ക് എഴുതണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് അവസാനത്തെ എൻട്രി എന്താണ്? ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ്. ഓക്കെ, അപ്പം നമുക്ക് -2 + 2 ദാറ്റ് ഈസ് 0. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? അടുത്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 2 - 1 1. അതിവിടെ എഴുതുന്നു. നെക്സ്റ്റ് 1 - 1 0. പിന്നെ 1 - 2 -1. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. -2 + 2 -2 + 2 0. നെക്സ്റ്റ് -1 -2. ഓക്കെ, അതായത് -1 + 2 1 വരും 1. ആൻഡ് ലാസ്റ്റ് എൻട്രി ഈസ് -2 -1 ദാറ്റ് ഈസ് -2 + 1 വിച്ച് ഇസ് ഈക്വൽ ടു -1. ഓക്കെ, ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഓക്കെ, ഇതൊരു 3x3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അഡ്ജോയിൻ്റ് കാണുമ്പോൾ നമുക്കിനി എന്താ എഴുതാം? ഇത് പി ആണ്, അഡ്ജോയിൻ്റ് ഓഫ് പി എന്നാണ് വരുന്നത്, അഡ്ജോയിൻ്റ് ഓഫ് പി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അഡ്ജോയിൻ്റ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് പി. ഓക്കെ, അപ്പോൾ നമുക്ക് പിയുടെ ഡിറ്റർമിനൻ്റ് കൂടെ വേണം. ഓക്കെ, പിയുടെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിറ്റർമിനൻ്റ് ഓഫ് പി എന്താണ്? 1 1 1 -1 -2 -2 1 2 1. ഓക്കെ, ഡിറ്റർമിനൻ്റ് വരുമ്പോഴത്തേക്കും 1 × -2 +2 +1 × ഇവിടെ -1 × -1 × -1 +2 +1 × -2 +2. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. -2 + 2 0 ആയിപ്പോയി, ഇവിടെയും 0 ആയിപ്പോയി. പിന്നെ ഇവിടെ എന്താ വരുന്നത്? -1 × -1 ഓക്കെ, അവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ 1 × -2 +4 എന്നാണ് വരുന്നത്. ഇവിടെ 2 × -2 വരുമ്പം +4 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്യാൻസലായി പോകത്തില്ല. അപ്പോൾ ആദ്യത്തെ ടേം വരുമ്പം -2 +4 എന്ന് പറയുന്നത് 2 വരും. ഓക്കെ, രണ്ടാമത്തെ ടേം വരുമ്പോഴത്തേക്കും 2 - 1 1 1 × -1 -1 വരും. ഓക്കെ, ലാസ്റ്റത്തെ ടേം ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ 2 - 1 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്? അഡ്ജോയിൻ്റ് ഓഫ് പി ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് പി വരുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് പി എന്താണ്? 1 ആണ്. ദെയർഫോർ പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് പി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സ് ആണ് നമ്മുടെ പി ഇൻവേഴ്സ്. ഓക്കെ, അതാണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്, അത് തന്നെയാണ്. 2 1 0 -1 0 1 0 -1 -1. ഓക്കെ, അങ്ങനെയാണ് പി ഇൻവേഴ്സ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച മെത്തേഡിലും ചെയ്യാം. ഇത് വേറൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പി ഇൻവേഴ്സ് കിട്ടി. ഇനി എന്താ നമ്മുടെ പുതിയ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? പി ഇൻവേഴ്സ് എ പി ആണ്. ഓക്കെ, അപ്പോൾ പി ഇൻവേഴ്സ് × എ × പി ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക്
പുതിയ മെട്രിക്സ്, പുതിയ ബേസിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പുതിയ മെട്രിക്സ് നമുക്ക് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ 7.5. സപ്പോസ് ദാറ്റ് ദ ലീനിയർ മാപ്പിംഗ് എഫ് ഫ്രം R3 to R² is represented relative to the ordered basis 1 0 minus 1 0 2 0 1 2 3 of R3 and minus 1 1 2 0 of R² by the matrix A is equal to 2 minus 1 3 3 1 0. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറയുന്നത് R3യിൽ നിന്ന് R2യിലേക്കുള്ള ലീനിയർ മാപ്പാണ്. അവിടുത്തെ R3യിലെ ഒരു ബേസിസ് ഉണ്ട് തന്നിട്ടുണ്ട്, R2ൻ്റെ ബേസിസ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് റെപ്രസെൻ്റ് ചെയ്യുന്ന എഫ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ല. നമ്മൾ മുമ്പത്തെ കേസിലും എഫ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ല. അതിന് പകരം നമുക്ക് എന്താ തന്നിരിക്കുന്നത്, അതിൻ്റെ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, ടു ഡിറ്റർമൈൻ ദ മെട്രിസസ് ദാറ്റ് റെപ്രസെൻറ്റ് എഫ് റിലേറ്റീവ് ടു ദി നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. ഓക്കെ, അപ്പം നാച്ചുറൽ ഓർഡേർഡ് ബേസിസിലുള്ള മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓൾഡ് ബേസിസ്, ഇതാണ് പുതിയ ബേസിസ്. എന്താണ്, നാച്ചുറൽ ബേസിസ് ആണ് ഇവിടുത്തെ ന്യൂ ബേസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്ത് കണ്ടുപിടിക്കണം, Q ഇൻവേഴ്സ് AP ആണ്, X ഈക്വൽ ടു Q ഇൻവേഴ്സ് AP ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ട്രാൻസിഷൻ മെട്രിക്സ് ആയ Qയും Pയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് വരുമ്പം R3യുടെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് എന്താണ്, R3യുടെ വരുമ്പോഴത്തേക്കും 1 0 0 0 1 0 0 0 1. ഇത് R3യുടെ ബേസിസ്. R2ൻ്റെ എന്താണ് 1 0 0 1. ഓക്കെ, അപ്പോൾ P എന്താണ്, P എന്ന് പറയുന്നത് VI ഡാഷിൽ നിന്ന് VIയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് P. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, ഇതായിരിക്കുമല്ലോ R3യുടെ നാച്ചുറൽ ബേസിസിൽ നിന്ന് ഈ ബേസിസിലേക്കുള്ള മെട്രിക്സ് ആയിരിക്കും P. Q എന്താണ് WI ഡാഷ്, അതായത് ന്യൂ ബേസിസിൽ നിന്ന് ഓൾഡ് ബേസിസിലേക്കുള്ളതാണ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ W എന്ന് പറഞ്ഞാൽ R3 R2 വരും. അപ്പോൾ R2ൻ്റെ ന്യൂ ബേസിസ് നാച്ചുറൽ ബേസിസ് ആണ്. അവിടെ നിന്ന് നമ്മുടെ പഴയ ബേസിസായ ഈ ബേസിസിലേക്കുള്ള മെട്രിക്സ് ആണ് Q. ഓക്കെ, അപ്പോൾ Pയും Qവും നമുക്ക് കണ്ടുപിടിക്കണം ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ട്രാൻസിഷൻ മെട്രിക്സ് വരുമ്പോൾ നമുക്കറിയാം അവിടുത്തെ മാപ്പ് ഐഡൻറ്റിറ്റി മാപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ എലമെൻസിനെ, അതായത് നാച്ചുറൽ ഓർഡേർഡ് ബേസിസിലെ എലമെൻസിനെ നമുക്ക് ഈ ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അതായത് 1 0 0 എടുക്കുന്നു, 1 0 0നെ ഇതിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 1 0 0നെ അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എഴുതും, λ1 ഇൻറ്റു 1 0 minus 1 plus λ2 into 0 2 0 plus λ3 into 1 2 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നമ്മളങ്ങനെ അത് നമുക്ക് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് അവിടുത്തെ λ1 λ2 λ3 കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ ഇതിൻ്റെയും കണ്ടുപിടിക്കണം, ഈ ഓരോ എലമെൻസിൻ്റെയും കണ്ടുപിടിക്കണം, അതുപോലെ ഇതിൻ്റെ അങ്ങനെ കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് ഒത്തിരി സമയം എടുക്കത്തില്ലേ, കുറേ ഒരു 5 സിസ്റ്റം സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളിവിടെ ഈ കേസിൽ നമ്മളിവിടെ P ഇൻവേഴ്സും Q ഇൻവേഴ്സും ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. Pയും Q ആണ് നമുക്ക് വേണ്ടത്, പക്ഷേ നമ്മളതിന് പകരമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് അധികം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം P ഇൻവേഴ്സും Q ഇൻവേഴ്സും കണ്ടുപിടിക്കുന്നു. ഓക്കെ, P ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്, P ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ P ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പഴയ ബേസിസിൽ നിന്ന് പുതിയ ബേസിസായ നാച്ചുറൽ ബേസിസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് P ഇൻവേഴ്സ്. അതുപോലെ Q ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്, പഴയ ബേസിസിൽ നിന്നും പുതിയ ബേസിസിലേക്കുള്ളത്. ഓക്കെ, ആ മെട്രിക്സ് എഴുതാൻ നമുക്കറിയാലോ എങ്ങനെയാ, P ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ എലമെൻസിനെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസിൻ്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം 1 0 minus 1നെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 1 ഇൻറ്റു 1 0 0 പ്ലസ് 0 ഇൻറ്റു 1 0 1 0 പ്ലസ് -1 ഇൻറ്റു 0 0 1. ഓക്കെ, അതായത് നാച്ചുറൽ ഓർഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ നേരത്തെ തന്നെ കണ്ട പോലെ തന്നെ അത് കോളം വൈസ് എഴുതിയാൽ മതി, ഈ ബേസിസിൻ്റെ എലമെൻറ്റ്സ് കോളം വൈസ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ P ഇൻവേഴ്സ് എന്തായിരിക്കും വരുന്നത്, P ഇൻവേഴ്സ് എന്തായിരിക്കും വരുന്നത്, ഈ എലമെൻറ്റ്സിനെ കോളം വൈസ് എഴുതിയാൽ മതി. അതായത് 1 0 -1
0 2 0 1 2 3. ഓക്കെ, ഇതായിരിക്കും ഇവിടുത്തെ പി ഇൻവേഴ്സ്. ഓക്കെ, അതുപോലെ ക്യൂ ഇൻവേഴ്സ് എന്തായിരിക്കും? ക്യൂ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾഡ് ബേസിസിനെ ന്യൂ ബേസിസ് ആയ നാച്ചുറൽ ഓർഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യണം. അതിനെന്ത് ചെയ്താൽ മതി? ഈ എലമെൻസിനെ കോളമാക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് -1 1 2 0. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂ ഇൻവേഴ്സും പി ഇൻവേഴ്സും കിട്ടി. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എക്സ് ഇസ് ഇക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി ആണ്. ഓക്കെ, അപ്പോൾ ക്യൂ ഇൻവേഴ്സ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടി. എ നമുക്കറിയാം, ഇനി പി ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പി കണ്ടുപിടിച്ചാൽ പോരെ? പി ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നമ്മളിപ്പം തൊട്ട് മുമ്പ് കാണിച്ചില്ലേ അഡ്ജോയിൻ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പി ഇൻവേഴ്സിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് പി ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് പി ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പി ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് ആയ പി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ക്യൂ ഇൻവേഴ്സ് എ പി കണ്ടുപിടിച്ചാൽ നമുക്ക് പുതിയ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഓക്കെ, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ പി ഇൻവേഴ്സ് ഇതാണ്. അപ്പോൾ അവിടെ അതുപോലെ നമ്മൾ നേരത്തെ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ അതുപോലെ 4 ടൈംസ് ആ മെട്രിക്സ് എഴുതുക. പിന്നെ ഫസ്റ്റും ലാസ്റ്റും റോസും ഫസ്റ്റും ലാസ്റ്റ് കോളംസും നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ ഇങ്ങനെ എടുത്ത് അത് താഴേക്ക് എഴുതണം, കോളം വൈസ് എഴുതണം. ഓക്കെ, പിന്നെ അവിടുത്തെ ഡിറ്റർമിനൻറ്റും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മുടെ പി എ. ഓക്കെ, അപ്പോൾ പി എ 1/4 ഇൻറ്റു ഇവിടെ കൊടുത്തിട്ടുണ്ട് 1/4 ഇൻറ്റു 3 0 -1 -1 2 -1 1 0 1. ഓക്കെ, അത് പി ആണ്. ക്യൂ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ ബേസിസ് വെച്ചുകൊണ്ടുള്ള മെട്രിക്സ് ആണ്. ദിസ് 1/2 ഇൻറ്റു 3 3 -5 5 -1 1. ഓക്കെ, ഈ മെട്രിക്സ് ആണ് നമ്മുടെ പുതിയ ബേസിസ്. എന്തായിരുന്നു? നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ആയിരുന്നു. നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് വെച്ചുള്ള മെട്രിക്സ് ആണ് ഈ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കുക, നമുക്ക് മറ്റേ പിയും ക്യൂവും കണ്ടുപിടിക്കുന്നതിന് വരെ നമ്മളിവിടെ തിരിച്ച് ആദ്യം പി ഇൻവേഴ്സും ക്യൂ ഇൻവേഴ്സും ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. മറ്റേത് കണ്ടുപിടിക്കുമ്പം നമുക്ക് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ എലമെൻറ്റ്സ് കോളം വൈസ് എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ഇങ്ങനെ ഇൻവേഴ്സ് ആദ്യം കണ്ടുപിടിച്ചിട്ട് ചെയ്യുക. ഓക്കെ, തിയറം 7.5ൻ്റെ കോൺവേഴ്സ് ആണ് നെക്സ്റ്റ് തിയറം പറയുന്നത്. തിയറം 7.6. Let VIM WIN be ordered basis of vector spaces V, W respectively. Suppose that A, B are n by m matrices such that there are invertible matrices P, Q such that B is equal to Q inverse AP. Then there are ordered bases VI dash M, WI dash N of V, W and a linear mapping F from V to W such that A is the matrix of F relative to VIM WIN and B is the matrix of F relative to VI dash M WI dash N. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? നമുക്ക് വിയുടെയും ഡബ്ല്യുവിൻ്റെയും 2 ഓർഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്. അതുപോലെ എന്താ വേറെ ഏതെങ്കിലും സപ്പോസ് ദാറ്റ് എ ആൻഡ് ബി ആർ n by n മെട്രിസസ്. എയും ബിയും 2 n by n മെട്രിസസുകളാണ്. അതുപോലെ അവിടെ 2 ഇൻവേർട്ടിബിൾ മെട്രിസസ് പിയും ക്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി. ഓക്കെ, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അവിടെ വി ഐ ഡാഷ് ഡബ്ല്യു ഐ ഡാഷ് എന്ന് പറഞ്ഞ 2 ഓർഡേർഡ് ബേസിസിന് വിക്കും ഡബ്ല്യുവിനും എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് അവിടെ അതുപോലെ എഫ് ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പും എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ മെട്രിക്സ് ആയിരിക്കും റിലേറ്റീവ് ടു വി ഐ എം ആൻഡ് ഡബ്ല്യു ഐ എൻ ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആയിരിക്കും എ. ആൻഡ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ല്യു ഐ ഡാഷും വി ഐ ഡാഷും ബേസിസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കും ബി എ. ഓക്കെ, അതല്ലേ നമ്മുടെ തിയറം 7.5ൻ്റെ കോൺവേഴ്സ് അല്ലേ പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് 2 ഇൻവേർട്ടിബിൾ മെട്രിക്സ് പിയും ക്യൂവും ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പിയും ക്യൂവും ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, ഇഫ് പി ഈസ് ഈക്വൽ ടു പി ഐ ജെ എം ബൈ എം ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ഐ ജെ എൻ ബൈ എൻ, ഡിഫൈൻ
ഓക്കെ, അപ്പോൾ പിയും ക്യൂവും നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. പിയും ക്യൂവും നമ്മൾ രണ്ട് മെട്രിക്സ് എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുവാണ്. വി ഐ ഡാഷ് ഈസ് ഇക്വൽ ടു സമ്മേഷൻ പി ജെ ഐ വി ജെ ആൻഡ് ഡബ്ല്യു ഐ ഡാഷ് ഈസ് ഇക്വൽ ടു സമ്മേഷൻ ക്യു ജെ ഐ ഡബ്ല്യു ജെ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് പ്രൂഫ് കിട്ടേണ്ട രീതിയിൽ കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും ഇതെന്താണ്, വി ഐ ഡാഷിനെ വി ജെസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഈ എക്സ്പ്രഷൻ. അതുപോലെ ഇവിടെ എന്താ, ഡബ്ല്യു ഐ ഡാഷിനെ ഡബ്ല്യു ജെയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണ്. അടുത്ത കോഎഫിഷ്യൻസ് എന്താണ്, കോഎഫിഷ്യൻസ് പിയുടെ കോളംസ് ആണ്. ഓക്കെ, പിയുടെ കോളംസ് ആണ്, ഇവിടെ ക്യൂവിൻ്റെ കോളംസ് ആണ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, സിൻസ് പി ഈസ് ഇൻവേർട്ടബിൾ there is by corollary of theorem 7.3 an isomorphism. നമുക്കറിയാം ഇൻവേർട്ടബിൾ ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഐസോമോർഫിസം എന്നുള്ള നമുക്ക് കൊറോളറി അറിയാം. ഓക്കെ, അപ്പം പി ഇൻവേർട്ടബിൾ ആണെന്ന് നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇൻവേർട്ടബിൾ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു ഐസോമോർഫിസം കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് പി എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം എടുക്കുകയാണ്. ഓക്കെ, ആൻ ഐസോമോർഫിസം എഫ് പി ഫ്രം വി ടു വി ദാറ്റ് ഈസ് represented by P relative to the ordered basis VIM. ഓക്കെ, അപ്പോൾ എഫ് പി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഐസോമോർഫിസം. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന മെട്രിക്സ് എന്തായിട്ട് പി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, പി ആണ്, പി ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമോർഫിസം ആണ് എഫ് പി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എന്താണ്, പി ആണ്. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആ ഐസോമോർഫിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് പി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ ഓർഡേർഡ് ബേസിസ് വി ഐ എം. ഓക്കെ, ഇവിടെ വി ആണല്ലോ, വി ടു വി ആണ്. അതേപോലെ നമ്മൾ വിയുടെ ഓർഡേർഡ് ബേസിസ് ആയ വി ഐ എം എടുക്കുക. ഓക്കെ, സിൻസ് ബൈ ഡെഫിനിഷൻ വി ഐ ഡാഷ് ഇസ് ഇക്വൽ ടു എഫ് പി ഓഫ് വി ഐ. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണ്, വി ഐ ഡാഷ് എന്ന് പറയുന്നത് സമ്മേഷൻ പി ജെ ഐ വി ജെ എന്നാണല്ലോ എഴുതിയേക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പം വി ഐ ഡാഷിന് നമ്മൾ അവിടുത്തെ സ്കെയിലാർസ് ആയിട്ട് നമ്മുടെ പിയുടെ കോളംസാണ്, പിയിലെ എൻട്രീസാണ് വരുന്നത്. ഓക്കെ, അതായത് വി ഐ ഡാഷ് എന്ന് പറയുന്നത് എന്താ ശരിക്കും, എഫ് പി ഓഫ് വി ഐ ആണല്ലോ. അതായത് എഫ് പി ഓഫ് വി ഐ നമ്മളിവിടെ എഫ് പി ഓഫ് വി ഐ എടുക്കുന്നു. എഫ് പി ഓഫ് വി ഐ എടുക്കുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പം ഇവിടെ വിയിലെ ബേസിസ് എലമെൻറ്റ്സ് ആണ് വി ഐ. ഇപ്പം ഫസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് വി വൺ എടുക്കുക. വിയിലെ ഒരു ബേസിസ് എലമെൻറ്റ് വി വൺ വി ടു എക്സെട്ര വി എൻ എന്ന് പോകും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് വി വൺ എടുക്കുക. ഓക്കെ, അപ്പോൾ വി വൺ എടുത്തു. അപ്പോൾ നമ്മൾ വി വൺ എടുക്കുമ്പം ഇത് വെച്ച് വി വൺ ഡാഷ് എങ്ങനെ വരും, വി വൺ ഡാഷ് വരുമ്പം വി വൺ ഡാഷിനെ എന്തിൻ്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, വി വൺ ഡാഷിനെ നമ്മൾ P11 V1 plus P21 V2 plus P31 V3 plus etc plus PM1 VM. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. വി വൺ ഡാഷിനെ എന്തിൻ്റെയൊക്കെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു, വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എമ്മിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. അവിടുത്തെ സ്കെയിലാസ് എന്താണ്, ഫസ്റ്റ് കോളം. ഇവിടെ വരുന്ന സ്കെയിലാസ് നമ്മുടെ പി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വി ഐ ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം, വി ഐ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എഫ് പി ഓഫ് വി വൺ ആണ്. വി വൺ ഡാഷ് എന്ന് പറയുന്നത് എഫ് പി ഓഫ് വി വൺ ആണ്. നമുക്കറിയാം ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ എഫ് പി ഓഫ് വി വൺ, അപ്പോൾ നമുക്കിവിടെ എന്താ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ പി ആണ്. അപ്പോൾ നമ്മൾ പി കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്, വി ഐ ഡാഷ് എന്ന് പറഞ്ഞ് എഫ് പി ഓഫ് വി ഐ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ വി വൺ ഡാഷിനെ എഫ് പി ഓഫ് വി വൺ എന്ന് എഴുതാം. അതുപോലെ വി ടു ഡാഷിനെ എങ്ങനെ എഴുതാം, എഫ് പി ഓഫ് വി ടു എന്ന് എഴുതാം. അങ്ങനെ എക്സെട്ര വി എം ഡാഷിനെ എഫ് പി ഓഫ് വി എം എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിവിടെ വി ഐ ഡാഷിനെ വി ഐസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അപ്പം ഫോർ ഈച്ച് ഐ ഇറ്റ് ഫോളോസ് ദാറ്റ് വി ഐ ഡാഷ് എം ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ഓഫ് വി ആൻഡ് ദാറ്റ് പി ഈസ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം വി ഐ ഡാഷ് എം ടു വി ഐ എം. ഓക്കെ, അതെങ്ങനെ കിട്ടിയത്, നമുക്ക് ഇവിടം വരെ കിട്ടി.
വി ഐ ഡാഷ് എന്ന് പറയുന്നത് എഫ് പി ഓഫ് വി ഐ ആണ് കിട്ടി. ഓക്കെ, അത് ഈ സ്റ്റെപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, പിന്നെ നമുക്കറിയാം വി ഐസ് എന്താണ്, വിയുടെ ബേസിസ് ആണ് വി ഐകൾ. ഓക്കെ, നമുക്കറിയാം. പിന്നെ എഫ് പി എന്താണ്, ഐസോമോർഫിസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തിയറം ഉണ്ട് 1-1-on-2, അതായത് 1-1-on-2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഐസോമോർഫിസം. ഐസോമോർഫിസം ആണെങ്കിൽ അത് ബേസിസിലേക്ക് മാപ്പ് ചെയ്യും. അതായത് V1 V2 എക്സെട്ര Vn ആണ് വിയുടെ ബേസിസ് എങ്കിൽ, ഇഫ് എഫ് ഫ്രം V2 W ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് V1 എഫ് ഓഫ് V2 എക്സെട്ര എഫ് ഓഫ് Vm ആയിരിക്കും ഡബ്ല്യുവിൻ്റെ അകത്തെ ബേസിസുകൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്, ഇവിടെ വി ഐകൾ വിയിലെ ബേസിസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പം എഫ് പി ഓഫ് വി ഐകൾ എന്തായിരിക്കും, എഫ് പി ഓഫ് V1 എക്സെട്ര എഫ് പി ഓഫ് Vm എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടുത്തെ അറൈവൽ സ്പേസ് ആയ വിയിലെ ബേസിസ് ആയിരിക്കും. കാരണം എഫ് പി റെപ്രസെൻറ്റ്സ് ആൻഡ് ഐസോമോർഫിസം. എഫ് പി എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസ് ആണ്. ഐസോമോർഫിസ് ആയതുകൊണ്ട് അത് ബേസിസിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ വി ഐ ബേസിസ് ഓഫ് വി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് പി ഓഫ് വി ഐ എന്ന് പറയുന്നത് എഫ് പി ഓഫ് വി ഐ എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആയിരിക്കും. ഓക്കെ, Vi dash M is an ordered basis of V. Okay, and that P is the transition matrix from Vi dash M to Vi M. Okay, P transition matrix ആയിട്ട് കിട്ടി. അതെങ്ങനെയാണ് കിട്ടിയത്, ട്രാൻസിഷൻ മെട്രിക്സ് എങ്ങനെയാണ് വരുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ വി ഐ ഡാഷ് എമ്മിനെ നമ്മൾ വി ഐ എമ്മുകളുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് കോളം വൈസ് എഴുതും. ഓക്കെ, അങ്ങനെയുള്ള ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് അങ്ങനെയല്ലേ കിട്ടിയത്, വി ഐ ഡാഷിനെ വി ഐകളുടെ ടേംസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലേ, ഇതുപോലെ വി ഐ ഡാഷിനെ നമ്മൾ വി ഐകളുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം പി എന്ന് പറയുന്നത് എന്താണ്, പി എന്ന് പറയുന്നത് വി ഐ ഡാഷ് എമ്മിൽ നിന്ന് വി ഐ എമ്മിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം വിയുടെ കേസ് എടുത്ത പോലെ തന്നെ നമ്മൾ ഡബ്ല്യുവിൻ്റെ കേസ് എടുക്കുമ്പം സിമിലർലി ഡബ്ല്യു ഐ ഡാഷ് എൻ ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ഓഫ് ഡബ്ല്യു. അപ്പോൾ നമ്മൾ വി ഐ ഡാഷ് എം ഓർഡേർഡ് ബേസിസ് ഓഫ് വി എന്ന് കാണിച്ചില്ലേ. ഓക്കെ, അതുപോലെ നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇതുപോലെ എഫ് പിക്ക് വരെ സം എഫ് ക്യു നമുക്ക് ഐസോമോർഫിസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഇത് വെച്ച് എഫ് ക്യു ഡബ്ല്യു ഐ ഡാഷ് ഇസ് ഇക്വൽ ടു എഫ് ക്യു ഓഫ് ഡബ്ല്യു ഐ എന്ന് എഴുതാം. അപ്പോൾ എന്താണ്, ബേസിസിലേക്ക് മാപ്പ് ചെയ്യുമെന്ന് കിട്ടി. ദെർഫോർ ഡബ്ല്യു ഐ ഡാഷ് ഓർഡേർഡ് ബേസിസ് ഓഫ് ഡബ്ല്യു എന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ വിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ എന്താണ്, ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം, ക്യൂ ഈസ് ആൻ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഡബ്ല്യു ഐ ഡാഷ് ടു ഡബ്ല്യു ഐ എൻ. കാരണം ഇവിടെ നമുക്ക് ഓരോ ഡബ്ല്യു ഐ ഡാഷിനെയും ഡബ്ല്യു ഐസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ദെർഫോർ ക്യൂ എന്താണ്, ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ഡബ്ല്യു ഐ ഡാഷിൽ നിന്ന് ഡബ്ല്യു എയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് ക്യൂ. ഓക്കെ, നൗ ലെറ്റ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ബി എ ലീനിയർ മാപ്പിംഗ് ഹൂസ് മെട്രിക്സ് റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് വി ഐ എം ആൻഡ് ഡബ്ല്യു ഐ എൻ ഈസ് എ. ഓക്കെ, നമ്മൾ നമുക്കൊരു എഫ് എന്ന് പറയുന്നത് വിയിൽ നിന്ന് ഡബ്ല്യുയിലേക്കുള്ളൊരു മാപ്പായിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ വിയുടെ ഓർഡേർഡ് ബേസിസ് വി ഐ എമ്മും ഡബ്ല്യുവിൻ്റെ ഓർഡേർഡ് ബേസിസ് ഡബ്ല്യു ഐ എന്നും. ഓക്കെ, അപ്പോൾ അത് ആ ബേസിസ് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള വിത്ത് റെസ്പെക്ട് ടു ദീസ് ബേസിസ് ദ മെട്രിക്സ് ഓഫ് എഫ് ഈസ് എ എന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പം ദെൻ ബൈ തിയറം 7.5 ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് വി ഐ ഡാഷ് എം ആൻഡ് ഡബ്ല്യു ഐ ഡാഷ് എൻ. ഓക്കെ, അത് നമുക്ക് എങ്ങനെ എഴുതാം, നമ്മളിപ്പം എഫ് ഫ്രം വി ടു ഡബ്ല്യു ലീനിയർ മാപ്പിംഗ് ആണ്. അതിന് ഈ ബേസിസിൽ വിത്ത് റെസ്പെക്ട് ടു ദീസ് ബേസിസ് ഉള്ള മെട്രിക്സ് ആണ് എ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം തൊട്ട് മുമ്പ് നമ്മളിവിടെ പ്രൂവ് ചെയ്തു വി ഐ ഡാഷും ഡബ്ല്യു ഐ ഡാഷും എന്താണ്, വിയുടെയും ഡബ്ല്യുവിൻ്റെയും വേറെ ഒരു ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ബേസിസ് വെച്ചുകൊണ്ടുള്ള പുതിയൊരു മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ആ മെട്രിക്സ് എന്താണ്, നമ്മൾ തിയറം 7.5 വെച്ച് ആ മെട്രിക്സ് എന്താണ്, എക്സ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി ആണ്. ഓക്കെ, അവിടെ ക്യൂ എന്ന് പറയുന്ന നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ക്യൂ എന്ന് പറയുന്ന ഡബ്ല്യു ഐ ഡാഷിൽ നിന്നും ഡബ്ല്യു ഐയിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സും പി എന്ന് പറയുന്നത് വി ഐ ഡാഷിൽ നിന്ന് വിയിലേക്കുള്ള വി ഐസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക്
തിയറം 7.5 വെച്ച് നമുക്ക് എന്ത് പറയാം, പുതിയ ബേസിസ് വെച്ചുകൊണ്ടുള്ള മെട്രിക്സ് എന്തായിരിക്കും, ക്യൂ ഇൻവേഴ്സ് എ പി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്യൂ ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണെന്ന് തന്നേക്കുന്നത്, ബിയോട് ഈക്വലാണ്. ഓക്കെ, അപ്പം ക്യൂ ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് ബിയോട് ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ബി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താണ്, ബി ഈസ് ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഓർഡേർഡ് ബേസിസ് വി ഐ ഡാഷ് എം ആൻഡ് ഡബ്ല്യു ഐ ഡാഷ് എ. അതല്ലാതെ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. ആൻഡ് ബി ഈസ് ദി മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു വി ഐ ഡാഷ് എം ടു ഡബ്ല്യു ഐ ഡാഷ് എൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എടുത്ത ഫംഗ്ഷൻ ഏതാണ്, എഫ് എന്ന് പറയുന്നത് വി ടു ഡബ്ല്യു സച്ച് ദാറ്റ് എ ഈസ് ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു വി ഐ എം ആൻഡ് ഡബ്ല്യു ഐ എൻ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നമ്മൾ എഫ് ചൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞു ഏത് എയും ബിയും അതുപോലെ അവിടെ ഒരു ഇൻവേർട്ടബിൾ മെട്രിക്സ് പിയും ക്യൂവും ഉണ്ടെങ്കിൽ സച്ച് ദാറ്റ് ബി ഈസിക്കൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി ഉണ്ടെങ്കിൽ അവിടെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് ബേസിസ്, പുതിയ ബേസിസും ഉണ്ട്, വി ഐ ഡാഷ് എമ്മും ഉണ്ട്, ഡബ്ല്യു ഐ ഡാഷും എന്നും ഉണ്ട്. അതുപോലെ എ എന്ന് പറയുന്നത് ഇതിനെ എഫ് ഫ്രം വി ടു ഡബ്ല്യുവിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ ബി എന്ന് പറയുന്നത് വി ഐ ഡാഷ് എമ്മിൽ നിന്ന് ഡബ്ല്യു ഐ ഡാഷ് എന്നും ബേസിസ് ആയിട്ട് എടുക്കുമ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ഫംഗ്ഷൻ നമ്മൾ അങ്ങനെ എടുത്തു. അപ്പോൾ നമുക്ക് തിയറം 7.5ൻ്റെ തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം, അതിൻ്റെ പുതിയ ബേസിസ് വെച്ചുള്ള മെട്രിക്സ് ക്യൂ ഇൻവേഴ്സ് എ പി ആണ്. അപ്പോൾ ക്യൂ ഇൻവേഴ്സ് എ പി എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ക്യൂ ഇൻവേഴ്സ് എ പി ബി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബി എന്ന് പറയുന്നത് എന്താണ്, ദ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ന്യൂ ബേസിസ് വി ഐ ഡാഷ് ആൻഡ് ഡബ്ല്യു ഐ ഡാഷ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തിയറം 7.5ൻ്റെ കോൺവേഴ്സ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, അവിടെ ഒരു എക്സസൈസ് ഉണ്ട്, ഡിറ്റർമൈൻ ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ദ ഓർഡേർഡ് ബേസിസ് 1 0 0 1 0 0 0 1 1 1 0 0 0 1 0 0 ഓഫ് R4 ടു ദി നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഓഫ് R4. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇവിടെ ഒരു ബേസിസ് ഉണ്ട്, ആ ബേസിസിൽ നിന്ന് നാച്ചുറൽ ഓർഡേർഡ് ബേസിസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ ഓരോ എലമെൻറ്റിനെയും നാച്ചുറൽ ഓർഡേർഡ് ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അത് സിമ്പിൾ അല്ലേ, നാച്ചുറൽ ബേസിസിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് എഴുതിയാൽ മതി. എന്താണ്, ആ എലമെൻറ്റ്സിനെ കോളാക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രാൻസിഷൻ മെട്രിക്സ് എന്താണ്, ഈ എലമെൻറ്റ്സിനെ ഇപ്പോൾ 1 0 0 1നെ ഇതിൻ്റെ ടേംസിൽ ഓർഡേർഡ് ബേസിസ് നാച്ചുറൽ ബേസിസിൻ്റെ ടേംസിൽ എഴുതുമ്പം 1 0 0 1 നമുക്ക് എങ്ങനെ എഴുതാം, 1 × 1 0 0 0 പ്ലസ് 0 × 0 1 0 0 പ്ലസ് 0 × 0 0 1 0 പ്ലസ് 1 × 0 0 0 1. ഓക്കെ, അപ്പോൾ അവിടുത്തെ കോഎഫിഷ്യൻസ് എന്താണ്, 1 0 0 1. ഓക്കെ, അതെന്താ, ഇതിനെ കോളാക്കി എഴുതിയാൽ മതി ഡയറക്റ്റ്. അതുപോലെ അടുത്ത് എന്ത് വരും, 0 0 0 1. മൂന്നാമത്തെ എലിമെൻറ്റിനെ ജസ്റ്റ് കോളാക്കി എഴുതുക, ദാറ്റ് ഈസ് 1 1 0 0. ലാസ്റ്റ് 1 ഈസ് 0 1 1 0. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ ട്രാൻസിഷൻ മെട്രിക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഓർഡേർഡ് ബേസിസിലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമാണ്, ഡയറക്റ്റ്ലി നമുക്ക് എഴുതാം. ഓക്കെ.